വിവാദങ്ങൾക്കിടെ കേരള VC മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാലയിൽ എത്തിയേക്കും. 20 ദിവസത്തിന് ശേഷമാണ് VC സർവകലാശാലയിൽ എത്തുന്നത്. SFI പ്രതിഷേധം കണക്കിലെടുത്ത് സർവകലാശാലയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, സർവകലാശാലയെ VC തിരിഞ്ഞു നോക്കുന്നില്ല തുടങ്ങിയ പരാതികൾ, അതിനൊപ്പം തന്നെ സർവകലാശാലയിലേക്ക് വരാൻ സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് VC മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും VC ഇന്നിപ്പോൾ 20 ദിവസത്തിന് ശേഷം സർവകലാശാലയിൽ എത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം വിജിൻ? ജിൽസി, എന്തായാലും വലിയ വിവാദങ്ങൾ സർവകലാശാലയിൽ തുടരുകയും ഭരണപ്രതിസന്ധിയായി അത് മാറുകയും ഒക്കെ ചെയ്ത ശേഷം വിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 20 ദിവസത്തിന് ശേഷം VC മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് വിന്യാസം ഒക്കെ ഇന്നും പതിവ് പോലെ ഉള്ളതുപോലെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 2500ഓളം വിദ്യാർത്ഥികളുടെ ഫയലുകൾ ഇപ്പോഴും സർട്ടിഫിക്കറ്റ് ഒപ്പിടാതെ മാറ്റിവെച്ചിരിക്കുകയാണ് VC. അത് ഒപ്പിടുന്നതിലുൾപ്പെടെയുള്ള തീരുമാനം ഇന്ന് VCയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ആശങ്കയാകുന്നത് എന്ന വാർത്തകൾ, അത്തരം ചർച്ചകൾ ഒക്കെ നടക്കുന്നതിനിടയിലാണ് VC ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത്. നേരത്തെ VC വ്യക്തമാക്കിയിരുന്നത് തനിക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടാകും, അതുകൊണ്ടാണ് താൻ സർവകലാശാലയിൽ എത്താത്തത്. SFI സമരം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു VC അത്തരം ഒരു പ്രസ്താവന നേരത്തെ നടത്തിയിരുന്നത്. പക്ഷേ അതിനെതിരെയും വലിയ വിമർശനം സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ഉയർത്തി. താൽക്കാലിക ചുമതല നൽകിയിരുന്ന സിസ തോമസ് 5 ദിവസവും സർവകലാശാലയിൽ എത്തുകയും അവർ ഔദ്യോഗിക കൃത്യനിർവഹണം ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു. പിന്നെ VC മോഹനൻ കുന്നുമ്മലിന് എന്താണ് വരുന്നതിൽ പ്രശ്നം എന്നുള്ള ചോദ്യമായിരുന്നു ഉയർത്തിയത്. എന്തായാലും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നിലവിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത്. ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദം സർവകലാശാലയിൽ തുടങ്ങുകയും അതിനുശേഷം അതൊരു വലിയ ഭരണപ്രതിസന്ധിയായി മാറുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇന്ന് അദ്ദേഹം എത്തുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി.